3 നേരം എടുത്തു വെച്ച് മൂഞ്ചാലേ നിന്റെ അപ്പൻ ഇവിടെ വല്ലതും ഉണ്ടാക്കി വെച്ചേക്കണം. നടത്തി പോകുകയല്ല. നാടകം ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാൻ പറ്റിയതെല്ലാം നല്ല നല്ല തട്ടകങ്ങളിലാണ്. അതൊരു വലിയ ഭാഗ്യം. NN പിള്ളയുടെ വിശ്വകേരള കലാസമിതിയിലും ആ സമയത്ത് വെളുപ്പിന് ബാഗൊക്കെ തൂക്കി വരുമ്പോഴത്തേക്ക് വേറെ തരത്തിലുള്ള സംസാരങ്ങളൊക്കെയാണ് പറഞ്ഞത്. നമ്മള് കമന്റുകൾ പറഞ്ഞ് അന്ന് എനിക്ക് ഈ സിനിമയോടും സിനിമ കമ്പമൊക്കെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതിന് തന്നെ ഞാൻ ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ട് എൻ്റെ സ്കൂളിൽ നിന്ന്. 10 പേര് കൂടുന്നിടത്ത് 2 പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ചെയ്ത ആ സ്ട്രഗിളാണ്. അതിലെനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. സിനിമ ഒരു ഭാഗ്യമാണ്. അഭിനയശേഷി മാത്രമല്ല, സിനിമയിൽ ഭാഗ്യം കൂടെ തുണച്ചാലേ നമുക്കൊരു സിനിമ നടിയാകാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് സിനിമ കമ്പനികളോ സിനിമ ഇതോ സൗഹൃദങ്ങൾ കുറവാണ്. നമുക്ക് കുറെ നാടകക്കാരും കുറെ കോമഡി ആർട്ടിസ്റ്റുകളെയാണ് നമുക്ക് പരിചയം. ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോഡി ഷെയ്മിങ് ഇല്ല എന്നുള്ളതാണ്. അത് ഒരു പരിധി കൂടുതൽ നമ്മളെയൊക്കെ ഒത്തിരി മാനസിക സന്തോഷത്തിൽ എത്തിക്കുന്നുണ്ട്. എന്നാലും പരസ്യത്തിൽ പറയുന്ന പോലെ ഒരു 99 ഇടം പോയാലും ഒരെണ്ണം കാണുമല്ലോ. അതിന് യൂട്യൂബിൽ ആരൊക്കെ ഇട്ടിട്ടുണ്ട്, നിത ചേച്ചി സുരേഷ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആരൊക്കെ ഇനി ചിലപ്പോ ഇതൊക്കെ വേണമെങ്കിൽ എന്നെ ഏറി കയറ്റാനുള്ളതായിരിക്കും. എന്നാലും സാരമില്ല, പറയാ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഒരു ദിവസം TV-യിൽ ഞാനിരുന്ന് ദൃശ്യത്തിൻ്റെ ഒരു സ്പൂഫ് വീഡിയോ കാണുകയാണ്. ഒരു കോമഡി സ്കിറ്റാണത്. അസീസ് നെടുമങ്ങാടാണ് ജോർജ് കുട്ടിയുടെ വേഷം ചെയ്യുന്നത്. മീനയുടെ വേഷം ചെയ്യുന്ന നടിയെ വല്ലാതെ അങ്ങ് ശ്രദ്ധിച്ചു. ആ സീനിൽ പ്രത്യേകിച്ച് അസീസ് നെടുമങ്ങാട് അദ്ദേഹം പണ്ട് കണ്ട സിനിമകളെ ഓർത്തിങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ മീനയുടെ ഒരു ഇടപെടലുണ്ട്. മീനയായി എത്തുന്ന കലാകാരി നിധയാണ്. നിധയാണ് എന്നോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ആ സ്കിറ്റ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് കാണുന്ന ഒരു സ്കിറ്റാണ്. ഇപ്പോഴും അത് ഒരുപാട് തവണ അതിനെ കാണുകയും അതിലെ പലപ്പോഴും ആ സ്കിറ്റില് അന്ന് വൈറലായിട്ടായിരുന്ന പല ആളുകൾക്കും ദൃശ്യം 2-ൽ പിന്നീട് ചാൻസ് വരെ കിട്ടി എന്നുള്ളതാണ് ആ സ്കിറ്റിന്റെ ഒരു പ്രത്യേകത. എനിക്ക് ഒഴിച്ചു ബാക്കിയല്ല. പാറപ്പള്ളിയിൽ ധ്യാനത്തിന് പോകുന്നതും നിങ്ങളത് അസീസ് നെടുമങ്ങാട് പഠിപ്പിക്കുന്നതും ഗംഭീരമായിട്ടൊരു സ്കിറ്റാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചേച്ചിയെ ഓർത്ത് വെക്കുന്നത്. അതിന്റെ ഒരു ഓർമ്മ എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ മരിച്ചു. 2 പേരും എൻ്റെ ഫ്രണ്ട്സാ, ചേട്ടനും അനിയനും. അവിടെ ചെന്നപ്പോൾ മരണ വീടാണ്. എനിക്ക് അന്നത്തെ ദിവസം പോകാൻ പറ്റില്ല, ഞാൻ പിറ്റേ ദിവസമാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ആ ഫ്രണ്ടിന്റെ 2 മക്കളും ഈ സ്കിറ്റിന്റെ കാര്യം അവിടെ മരിപ്പൂട്ടി നിന്നിട്ട് ഇങ്ങനെ കാണിക്കാം. പാറപ്പള്ളി ധ്യാനത്തിന് ടൈം ഞാൻ എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. ഉണ്ടല്ലേ അമ്മമ്മയാ മരിച്ചത്, മരണ വീടാണ്, ചിരിക്കാതെ എന്നെ കൂടെ ചിരിപ്പിക്കുന്ന പിള്ളേർ അവിടെ നിന്നിട്ട്. അപ്പോൾ അവരുടെ അമ്മ ഉൾപ്പെടെ ചിരിക്കുന്നു, എല്ലാവർക്കും ചിരി. അപ്പോൾ പിന്നെ മകൻ പറയാ കണ്ടേ, ഞാൻ പറയുമ്പോൾ ചേച്ചിക്ക് വിശ്വാസമല്ലല്ലോ, ഞങ്ങളെല്ലാവരും ഈ സ്കിറ്റുകളൊക്കെ ഇരുന്ന് കാണുന്നതാണ്. മരുപ്പ് വീട്ടിൽ ചെന്നിട്ട് വരെ ആ സ്കിറ്റിന്റെ കാര്യം പറയാം. അത്ര ഒരു ഓളം ഉണ്ടാക്കിയ ഒരു സ്കിറ്റ്. പിന്നെ അത് മില്യൺസ് വ്യൂസ് ആണ്. മാത്രമല്ല അതിൽ ആ സ്കിറ്റ് ചെയ്ത ആളുകൾ പിന്നെ ദൃശ്യം 2-ൽ പ്രധാനപ്പെട്ട, അതായത് ലാലേട്ടന്റെ ക്യാരക്ടർ കൊലപാതകം ചെയ്തത് കണ്ട ദൃക്സാക്ഷിയൊക്കെ ആവുന്നത് ആ സ്കിറ്റിലെ ആളുകളാണ്. ഞാനത് എപ്പോഴും സങ്കടത്തോടെ പറയാം, അത് ജീത്തു സാർ എന്നെ മാത്രം കണ്ടില്ലെന്ന് തോന്നുന്നു ആ സ്കിറ്റിലെന്ന്. എന്നിട്ട് അവർക്കൊക്കെ അജിത്തേട്ടൻ, സുമേഷ് അവരൊക്കെ ആ സിനിമയിൽ അഭിനയിച്ചു. കഴിഞ്ഞിടയ്ക്ക് ഒരു ഫംഗ്ഷൻ, ഒരു മെഗാ ഷോ ഉണ്ടായിരുന്നു. അതിന്റെ ഇതിന് വേണ്ടിയിട്ട് സാറ് വന്നപ്പോഴത്തേക്ക് അസീസിക്കയോട് ചോദിച്ചെന്ന്, എന്താടാ നിന്റെ പെണ്ണെന്തേടാന്ന് ചോദിച്ചെന്ന്. പക്ഷെ എനിക്ക് അന്നേരം പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാനപ്പോൾ മെഗപ്രോമിലായി പോയതാണ്, കാണാൻ പറ്റിയില്ല. സ്ത്രീകളെ അങ്ങനെ ഒരു കൂട്ടിലിട്ട് വെക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്നാൽ പോലും സ്ത്രീകൾ അന്ന് കാലത്ത് 90-കളിലോ അല്ലെങ്കിൽ 2000-കളിലോ ഒന്നും അധികം ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ചേച്ചി ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ബൈക്ക് ഓടിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ലൊക്കേഷനിൽ നമ്മുടെ ഫ്രെയിമിൽ ഒരു ബൈക്ക് വരുമ്പോൾ ചേച്ചി എടുത്ത് അങ്ങ് പോവുകയാണ് ബൈക്ക് നിൽക്കുക. സാധാരണ ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്യാറില്ല, മറ്റേത് സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബൈക്ക് ഓടിക്കാനുള്ള ആഗ്രഹം, സിനിമാറ്റോഗ്രാഫി പഠിക്കാനുള്ള ആഗ്രഹം, ഇതിന്റെ ഒക്കെ പിന്നിലെ കഥ എന്താ? സിനിമാറ്റോഗ്രാഫി ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എനിക്ക് ഈ സിനിമയോടും സിനിമ കമ്പമൊക്കെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് ഞാൻ ഈ നാടകത്തിലും പിന്നെ ഒരു സീരിയലിൻ്റെ അകത്ത് പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിന് തന്നെ ഞാൻ ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ട് എൻ്റെ സ്കൂളിൽ നിന്ന്. എന്നെ എഴുന്നേപ്പിച്ച് എല്ലാവരുടെ മുന്നിൽ നിർത്തിയിട്ട്, ഓ അവളൊരു സിനിമാ നടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ ഒരു ലീവ് എടുത്തു. സീരിയലില് ബീന ആന്റണി നായികയായിട്ടുള്ള ഒരു സീരിയല് SN കോളേജിൽ നടക്കുമ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് അഭിനയിക്കാൻ വിളിച്ചു. ഞാൻ പോയി അഭിനയിച്ചു. പിറ്റേ ദിവസം ക്ലാസ്സിൽ എന്താ ലീവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നുണ പറയാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഉള്ള സത്യം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സീരിയലിൻ്റെ
ഷൂട്ടിന് പോയെന്ന് പറഞ്ഞപ്പോൾ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. അവിടെ ഒരു ഫാദർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞ് വെറുതെ ഇതാക്കുന്നില്ല. പുള്ളി ഉടനെ അത്രയും 62 കുട്ടികളുള്ള ക്ലാസ് റൂം ആയിരുന്നെൻ്റെ. അവിടെ അത്ര ആ ബാക്കിയുള്ള 61 പേരുടെ മുന്നിൽ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നെ പിച്ചി അടിച്ചു. എന്നിട്ട് അവളൊരു സിനിമാ നടി വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കുകയും വേദനിപ്പിക്കുകയും ഒത്തിരി ഇൻസൾട്ട് ഞാൻ സഹിച്ചിട്ടുണ്ട്. അതൊരു വാശിയായിട്ട് എടുത്തതാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു അഭിനേത്രിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ അന്ന് തോന്നിയൊരു വാശി തന്നെയാണ്. ഇന്ന് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഭിനയം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അന്ന് കുട്ടിക്കാലത്ത് തോന്നിയൊരു വാശി തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാലും അന്ന് എൻ്റെ വീടിനടുത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ബൈക്ക് ഓടിക്കുന്ന, ഒരു ഷെഹന എന്ന് പറയുന്ന ചേച്ചി. പുള്ളിക്കാരി ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തോന്നിയൊരു കമ്പം 97-98 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ അന്ന് സ്കൂൾ ടൈമാണ്. അപ്പോൾ എൻ്റെ 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ട് പുള്ളിക്കാരി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കാൻ വരുമല്ലോ. അപ്പോൾ ടീച്ചർ ആയിട്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും ഈ ബുള്ളറ്റിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. പുള്ളിക്കാരി കോളേജിൽ പഠിക്കാൻ പോകുന്നത് പോലും ആ ബുള്ളറ്റിൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് ആ കക്ഷി മാത്രമേ ഉള്ളൂ ബൈക്ക് ഓടിച്ച് കാണുന്നത്. അപ്പൊ അത് കണ്ട കാലം മുതൽ തോന്നിയ ഒരു ആഗ്രഹം. ഇന്നത്തെ പോലെ റൈഡർ ഗേൾസ് ഒന്നും ഇല്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോ അതിശയത്തിൽ നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 10-25 വർഷം മുമ്പുള്ള കാലം. എങ്ങനെയാ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്? ഞാൻ എൻ്റെ അച്ഛൻ്റെ ബൈക്ക് ഉരുട്ടി മറിച്ചിട്ട് നിവൃത്തി എടുത്ത് ഓടിക്കും, പിന്നെ മറിച്ചിടും. അങ്ങനെ ഓരോരുത്തരും ഓടിക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കും, എങ്ങനെയാണ് ഇവര് ഗിയർ ചേഞ്ച് ചെയ്യണൊക്കെ നോക്കിക്കും. എന്നിട്ട് എന്റെ അച്ഛന്റെ വണ്ടിയില് അല്ല അങ്ങനെ ഇല്ല, ഞാൻ തന്നെ പഠിച്ചതാണ്. അതൊക്കെ വീണ് തന്നെയാ പഠിച്ചത്, അല്ലാണ്ട് ആരും ഇതാക്കിയ. എന്റെ ഈ ഒരു കൈ വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കണ പോലെ 9 വർഷം മുമ്പ് ബൈക്കെന്നൊന്ന് വീണതാണ്. വേറൊരാളുടെ വണ്ടിയായിരുന്നു, അതിന്റെ ബ്രേക്ക് കുറച്ച് പ്രശ്നമാണ്. ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേനും ഇതിങ്ങനെ ഇസഡ് പോലെ ഇങ്ങനെ പോയി റൈറ്റിലേക്ക് വീണ് കൈ കുത്തി വീണിട്ട് കൈക്കുഴ ഊരിപ്പോയി. അങ്ങനെ ഇതൊരു 9-10 വർഷമായിട്ട് ഈ കൈ ഇങ്ങനെ ഭയങ്കര ബലമൊന്നുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇടതിരിക്കുക. ഇത് അധികം ഉപയോഗിച്ചാൽ വേദനയാവും. റൈറ്റ് ഹാൻഡർ ആണ് ചെയ്തോണ്ടിരുന്ന എല്ലാം. പക്ഷെ ബാഗ് തൂക്കി തന്നെ ഒരുവിധം നമ്മൾ പ്രോഗ്രാം വർഷങ്ങളായല്ലേ, ഞാനിപ്പോ 25 വർഷത്തിന് മേലെയായി, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഞാൻ അതിൽ നിന്ന് ഇത്രയും വർഷം ബാഗ് തൂക്കിയതിന്റെ ഒരു വേദനയുടെ കൂടെയാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പൊ അതും കൂടെ ആയപ്പം പൂർണ്ണമായി. ആരാ ഇഷ്ടപ്പെട്ട സിനിമാറ്റോഗ്രാഫർ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. അളകപ്പനാണ്. അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിക്കാം, അതാണ്. പാർത്ഥിപൻ. ഭയങ്കര ഇഷ്ടം. എന്താന്നറിയില്ല, എനിക്ക് തമിഴ് മൂവിയോടൊരു ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് കൾച്ചർ മൊത്തത്തിൽ ഇഷ്ടമാണ്. ഞാനൊരു 1.5 വർഷം ചെന്നൈയിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പം മുതൽ എനിക്ക് അവരുടെ ആ ഒരു കൾച്ചറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ രാവിലെ എഴുന്നേറ്റ് കോല ഇടുന്നതും അവരുടെ ഫുഡ്, പൊങ്കല്, അതുപോലുള്ള ഇഡ്ഡലി, പൊങ്കല്, സാദം, തൈര് സാദം, സാമ്പാർ സാദം, അങ്ങനത്തെ തക്കാളി സാദം, അങ്ങനെ ഭയങ്കര അതിനോടൊക്കെ ഒരു ഒരുപാട് റൈസസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര ടേസ്റ്റിയാണ് ഫുഡ്. പിന്നെ അവരുടെ ചേല ചുറ്റുന്നത് എന്തോ, എനിക്ക് തമിഴ് കൾച്ചറിനോടും ഭയങ്കര ഇഷ്ടമാണ്, തമിഴ് ഭാഷയോടും ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ തമിഴ് അക്ഷരമാല പുസ്തകം വെച്ച് വരെ തമിഴ് പഠിച്ച് വായിക്കാനൊക്കെ പഠിച്ച്, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലും ദൂരത്തൊക്കെ പോകുമ്പോൾ മാഷിട്ട് നിതമ്മ അത് ആ ബോർഡൊന്ന് വായിച്ചെന്നൊക്കെ പറയും, തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ. സംഭാഷണ ശൈലി ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും, ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെങ്കിലും ഒരിക്കലും കാണണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായാലും ഒരു സീനെങ്കിലും അദ്ദേഹത്തിന്റെ ഒപ്പം. ഭയങ്കര ക്രഷുള്ള ഒരു സത്യം, എനിക്ക് ഭയങ്കര ക്രഷാണ്. അമ്മു ആകിയ ഞാൻ, ഒറ്റ സ്വരുപ്പ്, ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ അത്രയും മണിക്കൂർ നമ്മളെ എങ്ങനെ എന്റർടൈൻ ചെയ്തു എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ടേക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ പടങ്ങൾ മുഴുവൻ ഞാനാ കണ്ടിരിക്കണെന്ന്. അധികം ഒന്നുമില്ല, പക്ഷെ ഉള്ള സിനിമകളെല്ലാം പാർത്ഥിവസാറിന്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഇവിടുത്തെ ശ്രീനിവാസൻ സാറിനൊക്കെ ഉള്ളൊരു സർക്കാസം ഉണ്ടല്ലോ സംഭാഷണത്തില്, സംഭാഷണ ശൈലിയിലും മൊത്തത്തിലും
ഭയങ്കര ഫീലിങ്സ് ഒക്കെ വല്ലാണ്ട് നമ്മളെ ഫീൽ ചെയ്യുന്ന അത്ര ഒരു ഇതാണ്. സിനിമയിലേക്ക് അല്ലെങ്കിൽ സീരിയലിലേക്കൊക്കെ ഉള്ള ഒരു കടന്നുവരവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ നമുക്ക് ചുറ്റുമുള്ള കുറേ കാര്യങ്ങളെ മറികടക്കേണ്ടി വരും, കുറേ കാര്യങ്ങളെ പോരാടേണ്ടി വരും. ഇപ്പം നമ്മുടെ ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് കുറെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട വന്ന സന്ദർഭം, ഫൈറ്റ് ചെയ്ത് വിജയിച്ച സന്ദർഭം അതൊക്കെ? ഞാൻ നാടകം കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് എന്നെ ഒരുപാട് മോശം കമൻസ് അടിച്ച് എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഞാൻ മുഴുവൻ പേരും പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ മുഹമ്മക്കാരെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറെ പേര് എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ വന്നിട്ട് പറഞ്ഞു, നീ മുഹമ്മക്കാരെ മുഴുവനും പറഞ്ഞത് ശരിയായില്ല, ഞങ്ങളൊക്കെ നിന്റെ വെൽവിഷറാണ്, നീ എല്ലാവരും പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാം, മുഹമ്മക്കാരെ എല്ലാവരെയും അല്ല, കുറച്ച് മുഹമ്മക്കാര് എന്നെ ഒരുപാട് കമന്റ് അടിച്ച്. വെളുപ്പിനെയൊക്കെ അല്ലേ നമ്മൾ നാടകം കഴിഞ്ഞൊക്കെ വരുന്നത്. അപ്പോൾ NN പിള്ള സാറിന്റെ വിശ്വകേരള കലാസമിതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ബോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് 5:30 മണിക്കൊക്കെ ഇറങ്ങി ഒളശേന്ന് കുറച്ചു ദൂരം നടന്നാൽ ഇപ്പുറത്ത് കുമരത്തേക്കുള്ള ബസ് കിട്ടുന്ന സ്ഥലത്തെത്തും, ചെങ്ങളം എന്ന് പറയുന്നത്. അപ്പോൾ ഇട റൂട്ട് കയറി ചെങ്ങളത്ത് വന്ന് അവിടുന്ന് ബസ് കയറി കുമരകത്ത് വന്ന് ബോട്ട് ഇറങ്ങി ഇപ്പുറം വരുമ്പോൾ ഈ 6:30 മണി നേരമൊക്കെ അല്ലേ. ആ സമയത്ത് വെളുപ്പിന് ബാഗൊക്കെ തൂക്കി വരുമ്പോഴത്തേക്ക് അവര് വേറെ തരത്തിലുള്ള സംസാരങ്ങളൊക്കെയാണ് പറഞ്ഞത്, നമ്മളെ കമന്റുകൾ പറഞ്ഞ്. അന്ന് അത് പറയുമ്പോൾ ഇന്നത്തെ പോലെ ഫോണോ അല്ലെങ്കിൽ ഇന്നത്തെ പോലുള്ള സംസാരങ്ങളോ ഇല്ലാത്തൊരു കാലത്ത് അന്നൊരു 18 19 വയസ്സുള്ള എനിക്ക് അത് കേട്ടാൽ ചിലതൊന്നും മനസ്സിലാകാഞ്ഞിട്ട് കൂടെ അഭിനയിക്കുന്ന ലേഖാമ്മ എന്ന് പറയും. ഞാൻ ലേഖാമ്മയോട് പോയി ചോദിച്ചിട്ടുണ്ട്, എന്താ അവരങ്ങനെ പറയണേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മ പറയും, അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ വേറെ ഇതാ, അത് നീ മൈൻഡ് ചെയ്യണ്ട, നീ മുന്നോട്ട് തന്നെ പോകും, നമ്മൾ അഭിനയിക്കാൻ പോകുന്നു, നമ്മൾ നമ്മുടെ ജീവിതം നോക്കാനും നമ്മൾ നമ്മുടെ കുടുംബം നോക്കാനും അല്ലേ, നീ അതൊന്നും കേട്ട ഒരു ചെവി കേട്ട് മറു ചെവി കളയാൻ പറയും. അങ്ങനെ ഞാൻ അതിനെ സ്ട്രഗിൾ ചെയ്തത് കൊണ്ടാണ് ഇന്ന് എനിക്കൊരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കാൻ പറ്റിയത്. അന്ന് അവരത് കേട്ടപ്പോൾ, അത് പറഞ്ഞപ്പോൾ അത് കേട്ട് പേടിച്ച് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്നെ ഒരാളും അറിയത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ 10 പേര് കൂടുന്നിടത്ത് 2 പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ചെയ്ത ആ സ്ട്രഗിളാണ്. അതിലെനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. പിന്നെ പാഷനും പ്രൊഫഷനും കൂടെ ഒന്നായിട്ടിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പാഷനും എൻ്റെ പ്രൊഫഷനും ഒന്ന് തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അഭിനയിക്കാൻ തന്നെയാണ്. അതിപ്പോൾ ഇന്നതെന്നില്ല, സിനിമയോ സീരിയലോ അങ്ങനെ ഞാൻ വേർതിരിച്ച് കാണുന്നില്ല. നാടകമായാലും എല്ലാത്തിലും നമ്മൾ അഭിനയിക്കുകയാണ്. ഏറ്റവും ഇഷ്ടം നാടകം ചെയ്യുന്നത് തന്നെയാണ്. അമേച്ചർ നാടകങ്ങളാണ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. പ്രൊഫഷണൽ നാടകങ്ങളാണ് ചെയ്തിരുന്നത്, KPSCയിലൊക്കെ പ്രൊഫഷണൽ നാടകങ്ങളാണ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് അമേച്ചർ നാടകങ്ങളോട് ഒരു വല്ലാത്ത ഇഷ്ടമുണ്ട്. അതിനൊരു ജീവനുണ്ട്, അതിനൊരു വെച്ചുകെട്ടലുകളില്ല. സംഭാഷണ ശൈലിക്ക് നമ്മൾ ഭയങ്കര നാച്ചുറലായിട്ടാണ് സംസാരിക്കും. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അമേച്ചർ നാടകങ്ങളിലെ സംസാരം. ഏതൊറക്കത്തിൽ അങ്ങനെ മറക്കാത്ത ഉള്ളി തട്ടിയ സംഭാഷണം ഏതാ? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ കക്കുകളി എന്ന് പറയുന്ന ഒരു നാടകമാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ നാടകമാണ്. വിവാദം തന്നെ, വലിയ വിവാദം. പോലീസ് ഒക്കെ വന്ന് നിന്നിട്ട് നാടകം കളിച്ച, സഭ ഇടപെട്ട് സംഭാഷണങ്ങൾ മാറ്റണം എന്നൊക്കെ പറയുക. അതൊക്കെ അതിലെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര വിവാദമായ ഡയലോഗുകളൊക്കെയാണ്. ഏതെങ്കിലും ഒരെണ്ണം പറയാൻ പറ്റുമോ? നദാലി, എന്താണ് 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 നീ മടത്തി പോകുകയല്ലെന്ന 3 നേരം എടുത്തു വെച്ച് മൂഞ്ചാനേ നിന്റെ അപ്പനിവിടെ വല്ലതും ഉണ്ടാക്കി വെച്ചേക്കണം. മടത്തി പോകുകയല്ലെന്ന് മുള്ളാനും തൂറാനും ഒരു മറപ്പര പോലും ഇല്ല ഇവിടെ. അവൾ പറഞ്ഞത് കേട്ടില്ലേ, മടത്തി പോകുകയല്ലെന്ന്. പിന്നെ നീ എങ്ങാട്ട് പോകാനാണ്? അത് പറയുമ്പോൾ എപ്പോഴും അത് ഭയങ്കര ഫീലിങ്സ് ആണ് ആ നാടകമൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര പച്ചയായ മനുഷ്യരുടെ ഭയങ്കര ജോബ് എന്ന് പറയുന്ന ഒരു നല്ല സംവിധായകന്റെ നല്ലൊരു കലാസൃഷ്ടിയാണ് കക്കുകളി എന്ന് പറയുന്ന നാടകം. അവരുടെ തന്നെ പുതിയൊരു നാടകവും അതിലേറെ ഗംഭീരമായിട്ട് നമ്മുടെ പ്രമോദ് വെളിയനാടും ജയചന്ദ്രൻ തകഴിക്കാരനും സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകം ഇപ്പം അതിഗംഭീരമായിട്ട് ഒരു പ്ലേ കഴിഞ്ഞു. സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി നിൽക്കുന്നു. 19-ാം തീയതി നാടകം കാണാൻ പോകണം. ഈ സിനിമാക്കാരെ, അതായത് മെയിൻ സ്ട്രീം സിനിമയിലുള്ള പ്രഗത്ഭരായ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ബെൽറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ കോക്കസ്
അങ്ങനത്തെ ആളുകളൊക്കെ ഈ സ്കിറ്റുകാരെയും നാടകക്കാരെയും ഒക്കെ ഏറ്റെടുക്കാൻ കുറേ സമയം എടുക്കാറുണ്ട് പലപ്പോഴും. ഇപ്പൊ പ്രമോദന്റെ കാര്യം നമുക്കറിയാലോ, അദ്ദേഹം ഏകദേശം 30 വർഷങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ടൊവിനോന്റെ പടത്തിലൊക്കെ ഒരു റോള് കിട്ടി അങ്ങനെ വരുന്നത്. നേരെ മറിച്ച് ഇപ്പൊ ലോകധർമ്മി പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊച്ചി ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള വേറെ കുറച്ച് തിയേറ്റർ ഗ്രൂപ്പിലുള്ള ആൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ബ്രേക്ക് ത്രൂ കിട്ടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇറ്റ്ഫോക്കിലൊക്കെ വരുന്ന സമയത്ത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ ബോംബെ ബേസ് ചെയ്തിട്ടുള്ള ചില തിയേറ്റർ ആക്ടേഴ്സിനൊക്കെ പിന്നെ നമ്മൾ വെബ് സീരീസിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ ഇവിടെ കിഡിലായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇപ്പൊ കരിങ്കണ്ണൻ എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു, ഭയങ്കര ഫേമസ്. അതിലത്തെ ലീഡ് ആക്ടറിനെ ഞാൻ സിനിമയെ കണ്ടിട്ടില്ല. അവിടെ എന്തൊരു ഗംഭീര ആക്ടറാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും അറിയില്ല. പക്ഷെ ആ നാടകം ഇന്ന് എന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ വെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര നാടകം ഉണ്ടായിരുന്നു. അതിലെ ആക്ടേഴ്സിനൊന്നും ഞാൻ പിന്നെ സിനിമയിൽ കണ്ടിട്ടില്ല. ശരിക്കും അവരൊന്നും ആരും എന്താ പിക്ക് ചെയ്യാത്ത, അതിന്റെ അടുത്ത കാര്യം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ നാടകം എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾ ഇരിക്കുന്നിടത്ത് അവതരിപ്പിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് അത് അങ്ങേ അറ്റത്തിരിക്കുന്ന ആളുകൾക്കും അതിൻ്റെ എക്സ്പ്രഷൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ കുറച്ച് ഓവർ ആക്ഷൻ ചെയ്യേണ്ടി വരും. കാര്യം സ്ക്രീൻ പോലെ അത്രയും നമ്മുടെ എല്ലാം മൈന്യൂട്ട് ആക്ഷൻസ് ഒന്നും ഒപ്പിയെടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ അങ്ങേ അറ്റത്തിരിക്കുന്നവർക്ക് കാണാൻ ചിലപ്പോൾ അവർക്ക് കേൾവി മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസ് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കൈകാലിൻ്റെ ചലനങ്ങൾ കൂടുതൽ എടുത്തായിരിക്കും അവരെ അത് കൺവേ ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും നാടകക്കാർക്ക് ഓവർ ആക്ഷനാണ്, അയ്യോ അത് നാടകം കളിക്കും സ്ക്രീനിൽ വന്നാൽ, അങ്ങനെ ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. പിന്നെ സീരിയലുകാരെന്ന് പറഞ്ഞാൽ സീരിയലുകാരെ സിനിമയ്ക്ക് കറക്റ്റ് ഡേറ്റിന് ഇവര് സീരിയലിൽ കമ്മിറ്റഡ് ആവുമ്പോൾ അവരെ ഡേറ്റിന് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതും പറയാറുണ്ട്. പിന്നെ എന്താന്നറിയില്ല, പിന്നെ നമ്മളെ ഒന്നും കാണുന്നില്ലായിരിക്കും, അതാണ് അതേ ഉള്ളൊരു ഇത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് സിനിമ കമ്പനികളോ സിനിമ ഇതോ സൗഹൃദങ്ങൾ കുറവാണ്. നമുക്ക് കുറെ നാടകക്കാരും കുറെ കോമഡി സ്കിറ്റ് കളിക്കുന്ന കുറെ ഫ്രണ്ട്സ്, ചേട്ടന്മാരും സഹോദരിമാരൊക്കെ ആയിട്ട് കുറേ കോമഡി ആർട്ടിസ്റ്റുകളെയാണ് നമുക്ക് പരിചയം. ഇവരും നമ്മളെ പോലെ സെയിം സിറ്റുവേഷനിൽ നിൽക്കുന്നവരാ, അവർക്കും അങ്ങനെ അധികം സിനിമക്കാരെ പരിചയമില്ല. അവരും വല്ലപ്പോഴും ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടി പോയി ചെയ്തു, അപ്പോഴത്തേക്ക് എൻ്റെ കാര്യം അവർക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞ പോലെ ഇപ്പം നമുക്കൊരവസരം കിട്ടിയാലും നമുക്ക് കിട്ടുന്നത് പോയി ചെയ്യുക എന്നുള്ളതല്ലാതെ അവിടെ ഒരു അവസരം ഇപ്പം ഇന്ന ഒരു ആർട്ടിസ്റ്റിനെ വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ പറയാം. അല്ലാതെ അവര് ചിലപ്പം ഓഡീഷനിലൂടെ ആയിരിക്കും ഓരോ ആർട്ടിസ്റ്റുകളും തിരഞ്ഞെടുത്തിരിക്കും. ആ സ്ഥാനത്ത് വേറൊരു ആർട്ടിസ്റ്റിനെ സജസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളും തയ്യാറാവത്തില്ല. അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവര് തന്നെ ഒരു വിധത്തിലാണ് ചെയ്യുന്നത്. ഇപ്പൊ രമേശ് പിഷാരടി അടുത്ത് ഉള്ള വേദികളിലൊക്കെ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങളിൽ സ്റ്റേജ് ആർട്ടിസ്റ്റുകളിലൊക്കെ വരുത്തിയ മാറ്റം, അല്ലെങ്കിൽ കുറെ നിന്നുപോയ കുറെ കൗണ്ടറുകളെ പറ്റിയിട്ടൊക്കെ പറയായിരുന്നു. ഇപ്പൊ പണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു കൗണ്ടറാണ് കല്യാണ ബ്രോക്കർ ഉണ്ടാവും. കല്യാണ ബ്രോക്കറിനോട് പയ്യൻ പറയും, ഞാനൊരു കിളി പോലത്തെ ഒരു പെണ്ണിനെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, അപ്പൊ ഇതാണോ കിളി പോലത്തെ ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് ചെയ്തൊരു പെൺകുട്ടി ഉണ്ടാവും അപ്പുറത്ത്. അപ്പൊ പറയും ഇത് കണ്ടില്ലേ മൂങ്ങ പോലെ വേണ്ട, അപ്പൊ മൂന്നാം പറയും മൂങ്ങ എന്താ കിളിയല്ലേ. അങ്ങനത്തെ കൗണ്ടറുകളൊക്കെ തന്നെയും ഇല്ലാതായി, അത് മൊത്തം ലോപിച്ചു പോകുന്ന ഒരു കാലം മാറി, ആ കാലഘട്ടം മാറി. ഇപ്പൊ അതുപോലത്തെ കൗണ്ടറിന് ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഇതായി. ഈ തമാശകളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? അതിപ്പോ സിനിമയിലും മാറ്റങ്ങളായില്ലേ. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ സിറ്റ്കോം പോലെ സ്പോട്ട് റെക്കോർഡിങ് സിനിമകൾ വന്നില്ലേ, എന്ന് പറഞ്ഞ പോലുള്ള മാറ്റം കോമഡിയിലും വന്നിട്ടുണ്ട്. പണ്ടത്തെ സിനിമ ഡയലോഗ്സ് പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ സിനിമ ഡയലോഗ്. ഇപ്പൊ സിനിമയിൽ ഡയലോഗ് പറയുകയാണ്, അഭിനയിക്കുകയാണ്, ഇവർ ജീവിക്കുകയാണ്, ബിഹേവ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും മാറ്റങ്ങൾ സിനിമയിൽ വന്നു. ആ ഒരു മാറ്റം സ്വാഭാവികമായിട്ട് സ്കിറ്റിലും കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ജാമ്പവാന്റെ കാലത്തെ കോമഡിയും വെച്ചുകൊണ്ടിരുന്ന നമ്മളെ താടിക്കിട്ട് തട്ടി വിടും ആൾക്കാർ. അതുകൊണ്ട് നമ്മളും ആ മാറ്റത്തെ ഉൾക്കൊള്ളുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ബോഡി ഷെയ്മിങ് ഇല്ല എന്നുള്ളതാണ്. അത് ഒരു പരിധി കൂടുതൽ നമ്മളെയൊക്കെ ഒത്തിരി മാനസിക സന്തോഷത്തിലെത്തിക്കുന്നുണ്ട്. കാര്യം അവിടെ ഒരു വണ്ണമുള്ള ഒരു ഇതൊക്കെ പറയുമ്പോൾ നമ്മളെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് ഭാര്യ എന്ന് ചോദിക്കുന്നിടത്ത് ഉള്ള കോമഡികളായിരുന്നു അന്ന്. ഇന്നിപ്പോ ഗ്രൂമേഴ്സ് വരെ പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു വേണ്ട ബോഡി ഷേമിങ് വേണ്ടെന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതും ഒരു ആ കാലഘട്ടത്തിന്റെയും ആ സ്കിറ്റിന്റെയും മാറ്റത്തിലും നമുക്ക് പങ്കാളിയാകാം. കുറെ ചിരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ആ ദൃശ്യത്തിന്റെ സ്കിറ്റിൽ പോലും അങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് എന്ന് പറയുന്നത് 1001 പറയുമ്പോഴും നമ്മളെ അവിടെ സീറോ ആയിട്ട്, അതായത് വലിപ്പം ഉരുണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് അവിടെ കാണിക്കുന്നത്. ആ കാലഘട്ടം വരെയൊക്കെ ബോഡി ഷെയ്മിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ടൊരു
2 വർഷത്തിന് മേലെയായിട്ട് ഈ ബോഡി ഷെയ്മിങ് തമാശകൾ ഒഴിവാക്കിയിട്ടുണ്ട്. കറുപ്പിനെ, വെളുപ്പിനെ, വണ്ണത്തെ, അങ്ങനെ മെലിഞ്ഞിരിക്കുന്നതിനെ, കോങ്കണ്ണ്, മുടന്ത്, അതുപോലെ ഏതൊരു ഫോൾട്ടിനെ നമ്മളെ അതിനെ തമാശയാക്കാനായിട്ട് ചെയ്യരുത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പോലെയുള്ള തമാശകളും അങ്ങനത്തെ ഡബിൾ മീനിങ് തമാശകളും കുറെ ഒഴിഞ്ഞു കിട്ടി. എന്നാലും ഇടയ്ക്കൂടെ ഈ മറ്റേ പരസ്യത്തിൽ പറയുന്ന പോലെ ഒരു 99 കീടം പോയാലും ഒരെണ്ണം കാണുമല്ലോ എന്ന് പറഞ്ഞതുപോലെ എവിടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം തിരികെ കയറ്റാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ആയിട്ട് അത് ചിലപ്പോൾ ഗ്രൂമിങ്ങിൽ കാണിച്ചില്ല, സ്പോട്ടിലെങ്കിലും അടിക്കും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. എന്നാലും നല്ല ആശ്വാസമുണ്ട് ഇപ്പൊ ഇങ്ങനെ ബോഡി ഷെയ്മിങ്ങിന് നിന്ന് കൊടുക്കേണ്ടി വരാത്തതിൽ ഒരു സന്തോഷം. ഇപ്പൊ ഞങ്ങൾ TV തുറന്നിട്ടോ അല്ലെങ്കിൽ ഫോണിൽ യൂട്യൂബ് ആപ്പ് എടുത്തിട്ടോ ഒക്കെ നിങ്ങളെ കണ്ട് ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അത്രയും ചിരിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കരച്ചിലും ഒരുപാട് മാനസിക സംഘർഷമൊക്കെ കടന്നിട്ടായിരിക്കും വരിക. അപ്പം അവിടെയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയൊക്കെ നിങ്ങളിലേക്ക് വരികയും ആ കൂട്ടായ്മ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ എന്തൊരു വിഷമത്തിലും നമ്മളോടൊപ്പം നമ്മുടെ അമ്മ എന്ന് പറയുന്ന മലയാള സിനിമയ്ക്ക് അമ്മ എന്ന് പറയുന്നത് പോലെയാണ് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് എന്ന സംഘടന. നമ്മുടെ ഏതൊരു ബുദ്ധിമുട്ടിനും അവർ കൂട്ടായിട്ട് കട്ടയ്ക്ക് ചങ്കായിട്ട് നിൽക്കും. എന്തൊരു വിഷയം അവിടെ അവതരിപ്പിച്ചാലും അതിനൊരു പരിഹാരം അവർ കണ്ടെത്തും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആർട്ടിസ്റ്റ് പേയ്മെൻറ്റ് കിട്ടാത്ത ഒരു വിഷയം പറഞ്ഞു, വിത്തിൻ 2 days അത് ഫുൾ പേയ്മെൻറ്റ് കിട്ടി. അപ്പോൾ അതുപോലെയൊക്കെ ഒരു സംഘടന. അതിന് പക്രുചേട്ടൻ പറയും എന്ന് പറയുന്നത് അമ്മ കഴിഞ്ഞ ഇത് കുഞ്ഞമ്മയാന്ന് പറയും. അങ്ങനെ ഒരു ഭയങ്കര ഹെൽപ്പാണ്. സുരേഷ് ഗോപി പോലുള്ള നടന്മാരൊക്കെ അത് സുരേഷ് ഏട്ടൻ കാണിച്ച ഒരു വലിയ മനസ്സാണ്. സുരേഷ് ഏട്ടൻ്റെ ഓരോ സിനിമയ്ക്കും കിട്ടുന്ന അഡ്വാൻസ് പൈസയിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ വീതം നമ്മുടെ അസോസിയേഷന് ഡൊണേറ്റ് ചെയ്യും. അതിപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്തോ നടന്നോ ഇതോ ഒന്നും അദ്ദേഹം നോക്കത്തില്ല. അദ്ദേഹം അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ സിനിമ നടക്കണം എന്നില്ല, ഷൂട്ട് എടുക്കണം എന്നില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം അഡ്വാൻസ് മേടിച്ചാൽ ആ പൈസയിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ അസോസിയേഷന് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു 6 or 7 സിനിമയുടെ അഡ്വാൻസ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി തന്നു കഴിഞ്ഞു. അത് മനുഷ്യൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സും കൂടെ വേണം. അത് അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ മനസ്സിന് ഉടമയ്ക്കേ പറ്റുള്ളൂ. എൻ്റെ താക്കോൽദാനം അദ്ദേഹമായിരുന്നു ചെയ്തത്. കാര്യം അന്നാണ് അസോസിയേഷൻ്റെ മെഗാ ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് സുരേഷ് ഏട്ടൻ വന്നപ്പോൾ ബിൽഡേഴ്സിന് ഒരാഗ്രഹം താക്കോൽദാനം സുരേഷ് ഏട്ടനെ കൊണ്ട് നടത്തിക്കണമെന്ന്. അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് അവരവിടെ വന്നു. അങ്ങനെയാണ് ഫോട്ടോസ് അന്ന് എടുത്തപ്പോൾ കണ്ടായിരുന്നു. പക്ഷെ ചാനലിലൊന്നും ആ ഷോ ടെലികാസ്റ്റ് വന്നില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അന്ന് കിട്ടി. അന്ന് ഫോണിലൊക്കെ എടുത്ത് 1-2 പേരൊക്കെ എടുത്തതൊക്കെ കിട്ടി. സുരേഷ് ഏട്ടൻ്റെ കൂടെ ഉള്ളത് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കെട്ടിപ്പിടിച്ചു. അതിന് യൂട്യൂബിൽ ആരൊക്കെ ഇട്ടിട്ടുണ്ട്, നിത ചേച്ചി സുരേഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവര് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. ഞാൻ അന്ന് മറ്റേ ആ തോളെ കൈവച്ച വിഷയം വല്ലാണ്ട് വിവാദമായിട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ എപ്പോഴെങ്കിലും കണ്ടാല് ഒന്ന്, പക്ഷെ ഞാൻ സീനിൽ ഒന്നിച്ച് കാവൽ സിനിമയില് കോമ്പിനേഷൻ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരുപാട് പേരുടെ കൂടെ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മളെ ഓർക്കണം എന്നില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ചേട്ടാ നമ്മൾ ഒന്നിച്ച് കാവൽ സിനിമയിൽ നേഴ്സായിട്ട് അഭിനയിച്ചത് ഞാനാണ്, ചേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ സീനിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടി. ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കുകയാണേന്ന് പറഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച്. നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക്. നമ്മളുടെ ആരൊക്കെയോ ആണെന്നൊരു തോന്നല് വല്ലാണ്ട് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഓറ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വല്ലാത്തൊരു ഓറയാണ് ആ മനുഷ്യൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു സെക്യൂരിറ്റി, നമുക്ക് അച്ഛൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്നത് പോലുള്ളൊരു ഭയങ്കര ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെ ഇനി ചിലപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എന്നെ ഏറി കയറ്റാനുള്ളതായിരിക്കും, എന്നാലും സാരമില്ല പറയാം. ഈ സാജൻ പള്ളുരുത്തിയായിട്ടുള്ള കൊളാബറേഷൻ അതെങ്ങനെയാ സാധ്യത? സാജനുമായിട്ട് ഒരു 25 വർഷത്തെ പരിചയം. ഞാൻ ആദ്യമായിട്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമിന് ഡബ് ചെയ്യുന്ന സാജൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് കൺസോളിൽ നിൽക്കുന്നത്. അതെനിക്ക് മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞ പ്രസാദേട്ടനാണ് അവസരം ഉണ്ടാക്കുന്നത്. പ്രസാദേട്ടനാണ് വീട്ടിൽ വന്ന്
സാജൻ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നതും ഞാൻ അങ്ങനെയാണ്. അത് കവിതാ നൃത്താലയം, പള്ളുരുത്തിയിലുള്ള കവിതാ നൃത്താലയത്തിന് വേണ്ടിയിട്ടൊരു ഇത് എന്താണ് നൃത്തനാടകയില് ബാലയ്ക്ക് ഡബ് ചെയ്യാനായിട്ടാണ് സാജൻ ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് നിൽക്കുന്നത്. അത് 25 വർഷം മുമ്പ് ഞാൻ എൻ്റെ വളരെ ചെറിയ എനിക്ക് വലിയ ബഹുമാനമുണ്ട് അദ്ദേഹത്തിനോട്. ഒന്ന് അദ്ദേഹം മലയാള ഭാഷയോട് കാണിക്കുന്ന ഒരു അടുപ്പം, പിന്നെ മലയാള ഭാഷയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഉച്ചാരണ ശുദ്ധി, അതുപോലെ അദ്ദേഹം എടുക്കുന്ന പല ത്രെഡുകളും, അല്ലെങ്കിൽ എപ്പോഴും റെലവെന്റ് ആണ് സാജൻ പള്ളുരുത്തി. പല മിമിക് ആർട്ടിസ്റ്റുകളും ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ ചുറ്റും എന്താ നടക്കുന്നതെന്ന് കട്ടായി പോകും. പക്ഷെ സാജൻ ചേട്ടൻ എപ്പോഴും വളരെ വളരെ റെലവെന്റ് ആണ് എന്താ നടക്കുന്നത് എന്നുള്ളത്. ആൻഡ് ബേസിക്കലി അദ്ദേഹത്തെ ഫാമിലിയെ ചേർത്ത് പിടിക്കുന്നത്, അദ്ദേഹത്തിന്റെ അനിയനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു കൺസേൺ മാതൃകയാക്കാവുന്ന ഒരു ആളാണ്, വ്യക്തിത്വമാണ്. കാര്യം നമ്മളോടും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെയും അതുപോലെ മക്കളെ പോലെയാണ് ഞങ്ങളോടും സാജൻ ചേട്ടൻ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാജൻ ചേട്ടൻ്റെ ചെണ്ടയുടെ ഷൂട്ടിന് പോകുമ്പോൾ ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദറിന് പോകുന്ന ഒരു ഫീലല്ല, അതൊരു ഷൂട്ടിന് പോകുന്ന പോലത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിലാണെങ്കിലും ചെന്നാൽ നമുക്ക് ഷിജി ചേച്ചി അത് തന്നെയാണ്, സാജൻ ചേട്ടൻ്റെ വൈഫും നമുക്കൊരു ചേച്ചീനെ പോലെ തന്നെയാണ് ഷീ ചേച്ചീനെയും തോന്നുന്നത്. ഷീ ചേച്ചിയുടെ ഫുഡുകൾ അതൊക്കെ നമുക്ക് ഭയങ്കര വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് ഭയങ്കര എന്തോ ആ ഫാമിലി ആയിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. സാഞ്ചേട്ടൻ എല്ലാവരോടും പൊതുവെ ഒരു ഈ ഇപ്പൊ ഈ റീൽസിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ റീലുണ്ടല്ലോ, അതായത് അടുക്കളയിൽ നിൽക്കുന്നത് എന്റെ ഭാര്യ, നീ വേലക്കാരിയാണല്ലോ എന്ന് പറയുന്നത് ഒരു ഗംഭീര സാധനമാണ്. ആരും അങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കില്ല. അത് സത്യം പറഞ്ഞ് ഞങ്ങൾ ആദ്യം ഒന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു, ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഒരു ഹോൾ എഫക്റ്റ് വന്നു. നമ്മള് റൂമിൽ എടുത്തിട്ട് അടുക്കളയിൽ തന്നെ എടുത്തതായിരുന്നു. അപ്പൊ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു, അതിന് പുറകെ വന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ഷൂട്ട് എടുത്തായിരുന്നു. പക്ഷെ അത് എടുത്തു വന്നപ്പോഴത്തേക്ക് അതിന് ഒരു ഹോൾ എഫക്റ്റ് ഫീൽ ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്തത് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് എടുത്ത സാധനം ഒന്നുകൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഈ ലൈറ്റ് പോകുന്ന നേരത്ത് പെട്ടെന്ന് എടുത്തതാ. ഒരു 10 മിനിറ്റിനുള്ളിൽ തട്ടിക്കൂട്ടി എടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സ്പീഡിൽ എടുത്തത്. അതുകൊണ്ട് ഒരു ക്ലോസ് പോലും വെക്കാതെ എടുത്ത ഒരു ത്രൂ ഔട്ട് പറഞ്ഞു പരാതി അതെ, ഞാനും ഒന്നും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ടല്ലോ. ഒന്നല്ല, 1000 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ ആ അടുക്കള നിൽക്കുന്ന പെണ്ണിനോട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ശൃംഗരിക്കുന്നു, കുഴഞ്ഞാടുന്നു, കൊഞ്ചിക്കുഴയുന്നു, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ. നീ ആരാ? വേലക്കാരി. അതാണ് ഹൈലൈറ്റ്. ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി കാണാൻ പറ്റിയതിൽ. ആ സ്കിറ്റ് തൊട്ട് തന്നെ ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നാടക പാരമ്പര്യത്തെ പറ്റിയിട്ടൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാടകം ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നാടകങ്ങൾ അമച്വറാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പ്രൊഫഷണൽ നാടകങ്ങൾ വളരെ കുറവാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ചെയ്യാൻ പറ്റിയതെല്ലാം നല്ല നല്ല തട്ടകങ്ങളിലാണ്. അതൊരു വലിയ ഭാഗ്യം. NN പിള്ളയുടെ വിശ്വകേരള കലാസമിതിയിലും KPSC പോലുള്ള പ്രശസ്തമായ സമിതികളിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഏറ്റവും നല്ല സംവിധായകരുടെ കീഴിലും വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യങ്ങൾ. ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സായ രാജീവൻ മമ്മളി, മനോജ് നാരായണൻ പോലുള്ള നാടക സംവിധായകരുടെ കീഴിലും, പിന്നെ NN പിള്ള സാറിൻ്റെ അവിടെ കുട്ടൻ ചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ്റെ ശിക്ഷണത്തിലും ഒക്കെയാണ് നാടകങ്ങൾ പഠിച്ചത്. അതെനിക്ക് എൻ്റെ പ്രൊഫഷൻ ഒത്തിരി അത് കരിയറിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഡയലോഗ്സ് പഠിക്കുമ്പോഴും ഒരു സിനിമയുടെ ആണെങ്കിലും ഇപ്പോൾ ഒരു സാഞ്ചേട്ടൻ്റെ സ്കിറ്റിനാണെങ്കിലും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഈ നാടകത്തിലെ മുഴുനീള ഡയലോഗുകൾ നമ്മളിങ്ങനെ പഠിച്ച് അതിന് അവർ പറയുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ആകുമോ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ കിട്ടും. അതാണ് നമ്മൾ ഈ അഭിനയത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചവിട്ടുപടി. അത് അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ ജോബു മഠത്തിൽ പോലുള്ള സംവിധായകര് അവരുടെ നാടകങ്ങൾ, അമച്വർ നാടകങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റി. ജോബിൻ്റെ തന്നെ ഈ കക്കുകളിയും അരങ്ങത്തേക്കെന്ന് പറയുന്ന അയ്യങ്കാളിയെ കുറിച്ചുള്ള ഒരു നാടകം, ഇതൊക്കെ ചെയ്യാൻ പറ്റി. അതൊക്കെ നമുക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ നാടകം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അഭിനയ ജീവിതത്തിന് ഒത്തിരി സഹായിച്ചിട്ടുള്ള ഘടകം. അതുകൊണ്ട് ഇനിയും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാനും ഏറ്റവും കൂടുതൽ അഭിനയിക്കാനും മോഹമുള്ളത് നാടകത്തിൽ തന്നെയാണ്. പിന്നെ സിനിമ കിട്ടിയ ഭാഗ്യം. സിനിമ ഒരു ഭാഗ്യമാണ്. അഭിനയശേഷി മാത്രമല്ല, സിനിമയിൽ ഭാഗ്യം കൂടെ തുണച്ചാലേ നമുക്കൊരു സിനിമ നടിയാകാൻ സാധിക്കുള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു
വലിയ ഭാഗ്യമൊന്നും തലയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം ഓരോരുത്തരുടെ ഇങ്ങനെ പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും നമ്മൾ ആ പ്രൊഫഷനിൽ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ വലിയ ഭാഗ്യം. ഒരു പാഷനായിരുന്ന ഒരു സാധനത്തെ ഇപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്നു, അത് ഒരു വലിയ ദൈവാനുഗ്രഹം, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ സിനിമയായാലും സീരിയലായാലും നാടകമായാലും സിറ്റ്കോം ആയാലും ഏതായാലും അഭിനയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാന ഘടകം. അത് ഞാൻ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പൗളി വിൽസൺ ലഭിച്ചതുപോലെ, പ്രമോദ് വെളിയനാട് ലഭിച്ചതുപോലെ, അല്ലെങ്കിൽ കോട്ടയം രമേശിന് ലഭിച്ചതുപോലെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, അതുടനെ സാധിക്കട്ടെ, സിനിമയിലും വരട്ടെ. ഒരുപാട് നേരം നന്ദിയുണ്ട് ഈ നേരത്തിൽ. ഈ വെളിയനാടിൻ്റെ കാര്യം പറയുമ്പോഴുണ്ടല്ലോ, പ്രമോദേട്ടൻ്റെ നാടകം കണ്ടിട്ടാണ് എനിക്ക് ആ മനുഷ്യൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പോയത്. അത് എനിക്ക് നാട്ടുകൂട്ട ഫൺ സീരീസ് എന്ന് പറയുന്ന മനോജ് മിന്നലെ ഡയറക്റ്റ് ചെയ്യുന്ന അതിൽ പൂച്ചശങ്കരൻ എന്ന് പറയുന്ന ഒരു എപ്പിസോഡിൽ പ്രമോദേട്ടൻ്റെ കൂടെ ആ കോമ്പിനേഷൻ സീൻ ചെയ്തപ്പോൾ അതിയായ സന്തോഷം തോന്നി. കാര്യം അത്ര വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രമോദേട്ടൻ്റെ കൂടെ. ഇപ്പോൾ ഈ നാടകത്തിൽ സത്യം പറഞ്ഞ് എനിക്ക് മിസ്സായി പോയല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ആ നാടകത്തിൽ മാടൻ മോക്ഷത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വലിയ വലിയ കലാകാരന്മാരുടെ ഒപ്പം കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നുള്ളൂ. എനിക്ക് അങ്ങനെയാണ് ആഗ്രഹം. നല്ല ആർട്ടിസ്റ്റുകളുടെ ഒപ്പം അവരുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് ധൈര്യവും അതിനുള്ള കഴിവും ഈശ്വരൻ തരണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ഈശ്വരൻ എന്തായാലും തുണയുണ്ടാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. ഒത്തിരി സന്തോഷം വിഷ്ണു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.